പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാറാ ജോസഫിൻ്റെ മാറ്റാത്തി എന്ന നോവലിലെ കുറച്ച് ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. മാറ്റാത്തി. ലൂസിയുടെ ഇളയമ്മയാണ് ബ്രിജീത്ത. അമ്മിത്തറയുടെ താഴെയുള്ള പുരാതനമായ കോഴിക്കൂട്ടിൽ എത്ര കോഴികളെയാണ് വളർത്തുന്നതെന്ന് ബ്രിജീതയ്ക്ക് അറിയില്ല. ആരോ മുട്ടകൾ കക്കുന്നുണ്ടെന്ന് ബ്രിജീത്ത ഉറച്ചു വിശ്വസിക്കുന്നു. മുട്ടയെടുക്കുന്നത് ലൂസിയാണെന്ന് ബ്രിജീത്ത സംശയിക്കുന്നുണ്ട്. "നനക്ക് വാല് മുളക്കിട്ടാ" എന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്രിജീത്ത ലൂസിയോട് പറയുന്നത് സംശയത്തിൻ്റെ ബലത്തിലാണ്. ലൂസി ചിരിക്കും. "ബ്രിജീതയ്ക്ക് 86 വയസ്സായില്ലേ? 102 വയസ്സ് വരെയാണ് ബ്രിജീത്ത ജീവിക്കാൻ പോകുന്നത്." ലൂസിയുടെ ചിരി കണ്ടാൽ ബ്രിജീത്തയ്ക്ക് കലി വരും. "പച്ചമുട്ട കുടിച്ചാൽ നിന്റെ ഒച്ച കോഴി കാർപ്പിക്കണം ദ്യാവൂ. നോക്കിക്ക. കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതും അവറ്റയെ കൂട്ടിലടയ്ക്കുന്നതും തുറന്നു വിടുന്നതും അടവയ്ക്കുന്നതും ഒക്കെ ലൂസിയാണ്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായാൽ പരുന്തു കൊണ്ടുപോവാതിരിക്കാൻ അവറ്റയെ ചുവപ്പു ചായത്തിൽ മുക്കിയെടുക്കുന്നതും കാക്ക കൊണ്ടുപോവാതിരിക്കാൻ കൊട്ടയുടെ ചോട്ടിലിട്ട് വളർത്തുന്നതും ലൂസി തന്നെ. പക്ഷേ കോഴികളുടെ ഉടമ ബ്രിജീത്തയാണ്. 10 പശുക്കളെ കെട്ടാവുന്ന തൊഴുത്തും 2 നിലയുള്ള ആട്ടിൻകൂട് മുഖത്തോട് മുഖം നോക്കിയാണ് നിൽക്കുന്നത്. "ഉമ്പാ ഉമ്പേ." വലിയ മുരിങ്ങാമരത്തിൻ്റെ ചോട്ടിൽ പശുത്തൊഴുത്ത്, ചെറിയ മുരിങ്ങാമരത്തിൻ്റെ ചോട്ടിൽ ആട്ടിൻകൂട്. 5 പശുക്കൾ ബ്രിജീത്തയുടെ വക. 8 ആടുകൾ ബ്രിജീത്തയുടെ വക. എണ്ണമില്ലാത്ത കോഴികൾ ബ്രിജീത്തയുടെ വക. കോഴികൾ കൊത്തി ഓടിക്കുന്ന ചീരത്തോട്ടം, അതും ബ്രിജീത്തയുടെ വക. മുരിങ്ങാമരത്തിൻ്റെ നടുവിലൂടെയുള്ള വഴി, അതും ബ്രിജീത്തയുടെ. ലൂസിക്ക് വഴി നടക്കാനുള്ള അവകാശമുണ്ട്. പശുവിനെ കുളിപ്പിക്കുന്നത്, തീറ്റ കൊടുക്കുന്നത്, കാടി കുടിപ്പിക്കുന്നത്, പുല്ലരിയുന്നത്, പാല് കറക്കുന്നത്, ചാണകം വാരുന്നത്, ആടിനെ ഒന്നും ബ്രിജീത്തയല്ല. ലൂസി അതിരാവിലെ എണീറ്റ് കഞ്ഞി വെക്കും. ബ്രിജീത്ത രാവിലെ 7 മണിക്ക് കഞ്ഞി കുടിക്കും. കഞ്ഞിക്ക് തേങ്ങാ ചമ്മന്തി ഇല്ലെങ്കിൽ ബ്രിജീത്ത കയ്യിലിരിക്കുന്ന വടി കൊണ്ട് കഞ്ഞിപ്പാത്രം കുത്തി മറിച്ചിടും. ലൂസി നട്ട് നനച്ച് വളർത്തുന്നതും ബ്രിജീത്തയുടെ ഉടമസ്ഥതയിലുള്ളതുമായ മുളകുതൈകൾ, കാന്താരി, വെള്ളമുളക്, നീളമുളക്, മത്തങ്ങ മുളക്, സുന്ദരി മുളക്, മുളകിൻ്റെ ഒരു പൂങ്കാവനം. നല്ലോണം മൂത്ത 4 മുളക്, 2 ചുള ചുവന്നുള്ളി, ശർക്കരം പുളി, 1 മുറി നാളികേരം, ഉപ്പ്. ലൂസി അമ്മിയിൽ വെച്ച് തേങ്ങ ചമ്മന്തി അരച്ചെടുക്കും. അപ്പോഴേക്കും കഞ്ഞി വെന്ത മണം വരും. ചമ്മന്തി അരച്ച അമ്മിയിൽ ആവി പറക്കുന്ന ഒരു കയ്യിൽ ചോറിട്ട് പുരട്ടിയെടുത്തതാണ് ബ്രിജീത്തയുടെ ദിവസത്തിലെ ആദ്യത്തെ ആഹാരം. പിന്നാലെയാണ് കഞ്ഞി. കഞ്ഞിയിൽ ഉപ്പ് കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. ചൂട് കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. നേരം വൈകാൻ പാടില്ല, നേരത്തെ ആകാനും പാടില്ല. തറയിൽ ഇംഗ്ലീഷ് പാഠപുസ്തകം നിവർത്തി വെച്ച് ചമ്മന്തി അരയ്ക്കുന്ന താളത്തിലാണ് ലൂസി പദ്യം ചൊല്ലി പഠിക്കുക. ലൂസിയുടെ പുസ്തകത്തിൻ്റെ എല്ലാ താളുകളിലും ചമ്മന്തി കലർന്ന വെള്ളം തെറിച്ച് ഉണങ്ങിയതിൻ്റെ വെളുത്ത പാടുകളും ചുവന്ന പാടുകളും ഉണ്ട്. ഇംഗ്ലീഷ് പദ്യം കേട്ടാണ് ബ്രിജീത്ത ഉറക്കമുണരുക. ദേഷ്യം വരും. കയ്യിലും കാലിലും ഇട്ട കമ്പിളി സോക്സുകൾ ഊരി തലയണയ്ക്കടിയിൽ തിരുകുമ്പോൾ ഇംഗ്ലീഷ് പദ്യത്തിനെതിരെ പിറുപിറുക്കും. തലയിലിട്ട മങ്കിത്തൊപ്പി ഊരുമ്പോൾ ഷൂ ഷൂ എന്ന് ഒച്ചയുണ്ടാക്കും. കഴുത്തിൽ ചുറ്റിയ മഫ്ലർ അഴിച്ചു മാറ്റി കട്ടിലിൻ്റെ തലയ്ക്കൽ ചാരി വെച്ച വടിയെടുത്ത് ചെരുപ്പിലേക്ക് കാല് തിരുകി എണീറ്റ് നിൽക്കും. "തുടങ്ങിയ പെണ്ണിൻ്റെ തൊള്ളക്കാറില്." ലൂസി അപ്പോൾ ചമ്മന്തി അരച്ചു കഴിഞ്ഞ് ഒച്ചയില്ലാതെ അമ്മി കഴുകുകയാവും. ലൂസി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. എന്ന് നേരം വൈകി ഓടി അലച്ചെത്തുന്ന 10ാം ക്ലാസ്സിലെ ഒരേ ഒരു കുട്ടി ലൂസിയാണ്. അപ്പോൾ അവൾ കിതച്ചിരിക്കും, വിയർത്തൊലിച്ചിരിക്കും, പേടിച്ചിരിക്കും. "ക്ലാസ്സിൽ കടക്കട്ടെ?" ആദ്യം അവൾ തീരെ പതുക്കെ ചോദിക്കും. അതാരും കേൾക്കില്ല. "ക്ലാസ്സിൽ കടക്കട്ടെ?" പിന്നെ ധൈര്യത്തോടെ ഉറക്കെ ചോദിക്കും. അത് കേട്ടതും ക്ലാസ് കുലുങ്ങുന്ന ചിരിയാണ്. പെൺകുട്ടികളാണ് വലിയ ചിരിക്കാർ. ആരെങ്ങാണ്ട് കിക്കിളിയാക്കിയ പോലെ അവർ ചിരിക്കും.
ആൺകുട്ടികൾ അധിക പേരും അങ്ങനെ ചിരിക്കാറില്ല. അവർക്ക് ലൂസിയോട് പാവമാണ് തോന്നുന്നത്. ടൈം ടേബിളിൽ എന്നും ആദ്യത്തെ പീരീഡ് കണക്കാണ്. ടി പീറ്ററാണ് കണക്കുമാഷ്. അങ്ങോര് തന്നെ ഹെഡ് മാഷും. 10ാം ക്ലാസ്സിലെ കണക്കെടുത്ത് കഴിഞ്ഞിട്ട് വേണം ടി പീറ്റർക്ക് സ്കൂള് ഭരിക്കാൻ. ടി പീറ്റർ ഉയരം കുറഞ്ഞ് കറുത്ത് ഉരുണ്ട ഒരു മനുഷ്യനാണ്. ദേ പോണു ഭൂഗോളം, ദേ വരണു കുട്ടിയാന എന്നൊക്കെയാണ് കുട്ടികൾ പീറ്ററിനെ പറയുന്നത്. അങ്ങോർക്ക് മീശയില്ല, പക്ഷെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായി 3 നീണ്ട രോമങ്ങൾ ചുണ്ടിലേക്ക് ഞാന്നു കിടക്കുന്നുണ്ട്. ദേഷ്യം വന്നാൽ പീറ്റർ അത് കടിച്ചു ചവച്ച് തുപ്പുന്നത് കാണാം. ക്ലാസ് എടുക്കുമ്പോൾ പൊടി വലിക്കുന്ന ശീലമുണ്ട് ഹെഡ് മാഷക്ക്. വലിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം പാട്ടി വരയ്ക്കുന്നത് പോലെ തുമ്മലാണ്. പൊടിയും തൂപ്പലും മുൻവശത്തെ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങളിലേക്ക് തെറിക്കും. മുണ്ടിൻ്റെ തലപ്പ് കക്ഷത്തിലിറുക്കി പുസ്തകവും ചൂരലുമായി സ്കൂള് മുഴുവൻ പീറ്റർ ഉരുണ്ടുരുണ്ട് നടക്കും. ദേഷ്യം വന്നാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന നോട്ടമില്ല. കാൽവണ്ണയിൽ അരിച്ചൂരൽ കൊണ്ട് അടിയോടടി പൊടിയരിക്കഞ്ഞി. ലൂസി കണക്കിൽ വളരെ മോശമാണ്. ലൂസിയെ തല്ലി പീറ്ററും അടുത്തു. പോയി പണ്ടാറടങ്ങ് ശവം എന്ന് പറഞ്ഞ് ചൂരൽ എറിഞ്ഞാൽ അടി അവസാനിച്ചു എന്നർത്ഥം. ദേഷ്യം വന്നാൽ കോതേര പോലെ വായി തോന്നിയതൊക്കെ പറയും. ലൂസി ഓടുക്കാൻ ബെഞ്ചിലിരിക്കുന്നത് അവളെ ചാണകം മണക്കുന്നുവെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ആ ബെഞ്ചിൽ ഇരിക്കില്ല. മറ്റ് ബെഞ്ചുകളിൽ തിങ്ങി ഞെരുങ്ങിയിരുന്നാലും ശരി, ലൂസിയുടെ ബെഞ്ച് അവർ ഒഴിവാക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ലൂസിയുടെ മണത്തെപ്പറ്റി തർക്കിക്കും. ലൂസിക്ക് ചാണകത്തിൻ്റെ മണമാണെന്ന് പെൺകുട്ടികൾ, പാലിൻ്റെ മണമാണെന്ന് ആൺകുട്ടികൾ. സത്യത്തിൽ എന്താണ് ലൂസിയുടെ ശരിക്കുള്ള മണം? ലൂസി കുളി കഴിഞ്ഞ് ബ്രിജിത്തയുടെ അരികിലൂടെ കടന്നുപോയി. ബ്രിജിത്ത വടിയെടുത്ത് അവളെ തടഞ്ഞു നിർത്തി. നീ പിന്നെയും വാസന സോപ്പ് വാങ്ങിയല്ലേ? ലൂസി ചിരിച്ചു. കാശ് എവിടുന്നുണ്ടേ? ലൂസി ചിരിച്ചു. മൊട്ട കട്ടൂല്ലേ? ലൂസി ചിരിച്ചു. കോഴിക്കാട്ടം, ചാണം, ആട്ടിൻമൂത്രം ഇതിൻ്റെയൊക്കെ നാറ്റം പോവാൻ ലൂസി പിന്നെ എന്തുട്ടാ ചെയ്യാ? കൊല്ലു ഞാൻ, കൊന്നിട്ട് കഷ്ണാക്കൂ, എന്നിട്ട് പൂച്ചയ്ക്ക് ഇട്ടുകൊടുക്കൂ. ബ്രിജിത്ത വടി വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ബ്രിജിത്തയ്ക്ക് പൂച്ചകളെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഏതെങ്കിലും പൂച്ച അറിയാതെ വഴി തെറ്റി വന്നു കയറിയാൽ അതിൻ്റെ പുറം പൊളിഞ്ഞതു തന്നെ. പൂച്ചയ്ക്ക് ഇട്ടുകൊടുക്കും എന്ന് ബ്രിജിത്ത പറയുന്നതൊന്നും ലൂസി കാര്യമാക്കാറില്ല. പിന്നെ പൂച്ചയല്ലേ മനുഷ്യന്മാരുടെ ഇറച്ചി തിന്നണേ. അടിച്ചു വാരാൻ തുടങ്ങിയാൽ ഒരു പകല് മുഴുവൻ അടിച്ചു വാരണം. അത്രയ്ക്ക് വലുപ്പമുണ്ട് ബ്രിജിത്തയുടെ വീടിന്. ആരെ കൊണ്ടുപറ്റും? മുക്കിലും മൂലയിലും 100 കൊല്ലം പഴക്കമുള്ള പൊടി കിടക്കുന്നുണ്ടാവും. അടിച്ച് ഇളക്കിയാൽ ആ പൊടി മുഴുവൻ പറക്കും. കാലം മാറും. അതുകൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ അത്യാവശ്യമായ സ്ഥലം മാത്രം ലൂസി അടിച്ചു വാരി തുടച്ച് മിനുക്കിയിടും. പിന്നെ വെപ്പ്, അലക്ക്, ബ്രിജിത്തയുടെ കുളിമുറിക്ക് ചെറിയൊരു വീടിൻ്റെ അത്ര വലുപ്പമുണ്ട്. തറ മുഴുവനും നീല നിറത്തിലുള്ള കല്ല് പാകിയിരിക്കുകയാണ്. കുളിമുറിയുടെ നടുവിലിട്ട സ്റ്റൂളിൽ ഒരു തുണി നാണോ ഇല്ലാതെ ബ്രിജിത്ത ഇരിക്കും. മേലാ സകലം കുഴമ്പ് പുരട്ടി 1/2 മണിക്കൂർ നേരം ലൂസി തിരുമ്മിക്കൊടുക്കണം. തലയിൽ ഓരോ ഇഞ്ചിലും സ്പെഷ്യൽ ബലാകുളിച്ചാതി എണ്ണ തിരുമ്മി പിടിപ്പിക്കണം. കൈ ഒഴിഞ്ഞ് കൈയിൻ്റെ വിരലും കാലൊഴിഞ്ഞ് കാലിൻ്റെ വിരലും കുടഞ്ഞു പൊട്ടിക്കണം. കുളിപ്പിക്കുന്നതിനിടയ്ക്ക് തുടകൾക്കിടയിലേക്ക് എങ്ങാനും ലൂസി എത്തി നോക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ബ്രിജിത്ത വടിയെടുക്കും. ലൂസിയുടെ നടുംപുറത്ത് തല്ലു വീഴും. എന്നാലും നരച്ച ചിലതൊക്കെ ലൂസി കണ്ടിട്ടുണ്ട്. വലിയ ചെമ്പിൽ വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് ലൂസി ബ്രിജിത്തയെ കുളിപ്പിക്കും. പച്ചവെള്ളം ചേർത്ത് ചൂട് പാകപ്പെടുത്താൻ പാടില്ലെന്നാണ് ബ്രിജിത്തയുടെ നിയമം. ബ്രിജിത്ത പിയേഴ്സ് സോപ്പ് മാത്രമേ തേക്കൂ. പീച്ചിങ്ങ കൊണ്ട് മേലും കാലടികളും അരയിലിട്ട വെള്ളിത്തൊരടും ഉരച്ചു തേച്ചു കൊടുക്കണം. കുളി കഴിഞ്ഞാൽ തോർത്താൻ 3 തോർത്തുമുണ്ടുകളാണ്. ഒന്ന് തല തോർത്താൻ, ഒന്ന് മേല് തോർത്താൻ, ഒന്ന് കാലിൻ്റെ അടി തോർത്താൻ. അത്താഴം വേവുന്നത് വരെ ലൂസിക്ക് പണിയാണ്. അത്താഴം എന്താ ബ്രിജിത്ത കൊന്ത എത്തിക്കാൻ വിളിക്കും. അതൊക്കെ ഒരു കഴിച്ചുകൂട്ടലാണ് ബ്രിജിത്തയ്ക്ക്. ആശ, കൂശ, കന്തീശ,
കൊന്ത എത്തിച്ചു എന്ന് വരുത്തിയാൽ മതി. അത്താഴത്തിന് ബ്രിജീത്തയ്ക്ക് വാൽക്കഞ്ഞിയാണ്. കഞ്ഞി വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ ഒരു മുറി നാളികേരത്തിൻ്റെ തൻപാൽ ഒഴിച്ച് ജീരകം ചതച്ചിട്ട് പാകത്തിന് ഉപ്പും ചേർത്തെടുക്കുന്നതാണ് ബ്രിജീത്തയുടെ പാൽക്കഞ്ഞി. പാൽക്കഞ്ഞി കുടിക്കുമ്പോൾ ബ്രിജീത്ത ലൂസിയെ ഓരോന്ന് ഉപദേശിക്കും. നീ നോക്കിയേ, നിന്റെ തള്ളരെ പോലെ ആവാരിക്കട്ടോ. അവള് മേലും കീഴും നോക്കാണ്ട് നിന്നെ വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോയോളെന്ന്. ഞാൻ നിന്നെ എടുത്ത് വളർത്തിന്നോള. ഞാൻ നിന്റെ തള്ളിയൊന്നല്ല. എനിക്ക് അങ്ങനെ വലിയ സ്നേഹവും ഇല്ല. എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ടാ ജീവിക്കാറുന്നു. ഞാൻ വേണ്ടാന്നാ വെച്ചു. എന്തുകൊണ്ടിനാണ് കല്യാണത്തിൻ്റെ സുഖമൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. വെറുതെ എന്തിനാണ് വേണ്ടാത്ത മാരണം വലിച്ച് തലയിൽ കയറ്റണേ? ഇപ്പം എനിക്ക് എന്തോട്ടാ കുഴപ്പം? എന്തടാന്ന് ചോദിച്ചാ ഏതടാന്ന് പറയൂ. നിന്നെ വളർത്താൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ആങ്ങളാര് എന്തുട്ടാ പറഞ്ഞെന്നറിയാ? പെൺകുട്ടിന് വേണ്ടാത്തതിന് പോണ്ടാന്ന്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാന്ന്. വേണമെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും കിടാങ്ങളെ കൊണ്ടുവന്ന് വളർത്തിക്കോളാൻ. എങ്ങനെ ഇപ്പം അവർ സൂഹിക്കേണ്ട. അവരുടെ കിടാങ്ങളെ അവർ വളർത്തട്ടെ. പെൺകുട്ടീന് ഇത്ര പെൺകുട്ടീന്നെന്താ വെറുതെ ഇങ്ങോട്ട് കിട്ടുക? പെട്ടിട്ടെന്നെ കിട്ടണ്ടേ? പോയി പണി നോക്കറാന്ന് പറഞ്ഞു ഞാൻ. അതുകൊണ്ട് എന്തായി? എൻ്റെ ആങ്ങളാരെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള വീതം കിട്ടിയില്ല. വേണ്ട, എനിക്കുള്ളത് എൻ്റെ അപ്പം തന്നിട്ടുണ്ട്. ഈ പേരയും പറമ്പും ബാങ്കിലുള്ള കാശും കനാല് മണ്ടയിലത്തെ 3 ഏക്കർ കശുമാവും തോപ്പും പോരെ എനിക്കൊരു വയറ് കഴിയാൻ. നോക്കിയേ, മാനം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയാ നിന്ന ഉള്ള കഞ്ഞിയും കുടിച്ച് എനിക്ക് വിടിയാ കഴിയാം ഇല്ലേ? പുകഞ്ഞ കൊള്ളേ പുറത്ത് നിന്റെ പേരും പറഞ്ഞ് വല്ല ആണുങ്ങളും ഇങ്ങോട്ട് എങ്ങാനും എത്തിച്ചാ നോക്കിയാ ദേ ഈ വടി അവന്റെ പുറത്താണ്. പാൽ കഞ്ഞി കൂടി കഴിഞ്ഞ് ലൂസി പാത്രം കഴുകി വെച്ചു. ബ്രിജിതയ്ക്ക് കിടക്കാറായി. ലൂസി കിടക്ക തട്ടിക്കുടഞ്ഞു. ബ്രിജിത്തയുടെ കട്ടിലിന് താഴെ പായയും ചമുക്കാളവും വിരിച്ചാണ് ലൂസി കിടക്കുന്നത്. ബ്രിജിത്ത ഇളയമ്മയ്ക്ക് പുറമെ ആരെങ്കിലുമൊക്കെ കൂടി തനിക്കില്ലല്ലോ എന്ന് ലൂസി ചിലപ്പോൾ സങ്കടപ്പെടുന്നത് ആ കിടപ്പിലാണ്. അപ്പൻ, അമ്മ, ആങ്ങളമാർ, ചേച്ചിമാർ, അനിയത്തിമാർ, അപ്പാപ്പൻ, അമ്മാമ്മ, അങ്ങനെ എല്ലാവരുമുള്ള ആളും ബഹളവും നിറഞ്ഞ വീട്ടിനകത്തേക്ക് ലൂസി കടന്നു ചെല്ലും. അവിടെ കിടന്ന് അവൾ ഉറങ്ങിപ്പോവും. ആഴമുള്ള കുഴി, ഉള്ളു നിറയെ ഇരുട്ട്, ചാക്കുകൊണ്ട് മറകൾ, ഇരിക്കാനിട്ടിട്ടുള്ള തടിപ്പാലങ്ങൾ, മുകളിൽ തുറന്ന ആകാശം, ചുറ്റിലും വളഞ്ഞ് നിലം തൊടുന്ന മുളങ്കൂട്ടങ്ങൾ, കാറ്റിൽ കിലുക്കത്തോടെ പൊഴിയുന്ന ഇലകൾ, കിളികളുടെ കരച്ചിൽ, ഇലകളുടെ അനക്കം. ഒരു കിണ്ടി വെള്ളവുമായി ദിവസത്തിൽ പല തവണ ലൂസി ഈ രഹസ്യത്തിലേക്ക് നടന്നുപോയി. എന്താണ്ടി, ബൈക്കിൽ വല്ല കേടുണ്ടോ? അതെങ്ങനെയാ? വയറ് അറിയാണ്ട് തിന്ന വെച്ച പുരികങ്ങൾക്കും കറുത്ത കണ്ണടയ്ക്കും ഇടയിലൂടെ തുളച്ചു നോക്കി ബ്രിജീത്ത കുറ്റപ്പെടുത്തി. ലൂസി കണക്കാക്കിയില്ല. ലൂസി കാറ്റിൻ്റെ മുകളിൽ കൂടി നടക്കുകയായിരുന്നു. അത്രയ്ക്ക് ചാഞ്ചാട്ടം, അത്രയ്ക്ക് സന്തോഷം, അത്രയ്ക്ക് നെഞ്ചെടുപ്പ്. എനിക്ക് അറിയാടി, നിനക്ക് പണിയെടുക്കാനുള്ള മടിയാ. നീ അപ്പം കക്കൂസെ പോയെങ്കിലും നോക്കിക്ക. അടുക്കളപ്പണി ഉള്ളപ്പോൾ ഇങ്ങനെയുണ്ടാ? രോമത്തിൻ്റെ അറ്റത്ത് വരെ ഒരു കുഴിമടി. മുണ്ടലക്കാൻ പറഞ്ഞ അപ്പം തൂറാൻ മുട്ടി, മുളകരിക്കാൻ പറഞ്ഞ അപ്പം തൂറാൻ മുട്ടി. അറിയാണ്ട് ചോദിക്കുക. സ്വർണ്ണ നിറമുള്ള കിണ്ടിയെടുത്ത് മുരലിലൂടെ വെള്ളമിറ്റിച്ച് ആടി ആടി മുരിങ്ങമരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നു. 2 മുരിങ്ങമരങ്ങളും ഒച്ചയില്ലാത്ത ഇല പെയ്ത് ലൂസിയെ നനയ്ക്കുന്നു. മുളകാടുകൾ കിലുക്കത്തോടെ ലൂസിയുടെ കണങ്കാൽ തൊടുന്നു. കുളമ്പുമാവ്, കുടംപുളിമരം, തേൻവരിക്കപ്ലാവ്, ലൂസി വളർത്തുന്ന പശുക്കൾ, ആടുകൾ, കോഴികൾ, ലൂസി നട്ടു നനച്ച മുളകുതൈകൾ, ചീരത്തോട്ടം, കോവലുകൾ, അടുക്കളപ്പുറത്തെ കാക്കകൾ, മൈനകൾ, മുരിങ്ങാമരത്തിലെ കാറ്റ്, എല്ലാ പുല്ലുകളും വെള്ളാരം കല്ലുകളും ലൂസിക്കുമേൽ കൈവച്ചു. ലൂസിക്ക് പ്രായം തികഞ്ഞു. പ്രായം തികയുന്നതിനെപ്പറ്റി ലൂസിക്ക് പാതി അറിവുകൾ കിട്ടിയിരുന്നു, പാതി കിട്ടിയിരുന്നുമില്ല. കിട്ടിയതിൻ്റെ ആദ്യത്തെ അറിവ് ബ്രിജീത്ത കൊടുത്തതാണ്. ലൂസി അതിലെയും ഇതിലെയും കടന്നു പോകുമ്പോൾ ശത്രുവിനെ നോക്കും പോലെ നോക്കി വടികൊണ്ട് തടഞ്ഞു നിർത്തി ബ്രിജീത്ത പറഞ്ഞു, നെഞ്ചൊക്കെ ഉരുണ്ട് കൂടിയിട്ടുണ്ടീ. ഇനി നീ അധികം വഹിക്കില്ല. അതോടെ നിൽക്കും നിന്റെ സകല ചാട്ടു.
ഇരുട്ടത്തേക്ക് എടുത്തിട്ട പോലെയാണ് ആ അറിവ് ലൂസിയോട് പെരുമാറിയത്. അതോടെ വാതിലുകൾ അടയും പോലെ, ഒരിക്കലും കരകയറാനാവാത്ത കുഴിയിൽ വീണുപോവും എന്ന പോലെ. പിന്നത്തെ അറിവ് സെലീന കൊടുത്തതാണ്. ബ്രിജിതയുടെ മൂത്ത ആങ്ങളയുടെ മകൻ്റെ മകളാണ് സെലീന. ഒരേ വയസ്സാണെങ്കിലും സെലീന നേരത്തെ വലുതായി. അത് തിന്നു കൊഴുത്തിട്ടാണെന്ന് ബ്രിജിത്ത പറഞ്ഞു. പണങ്ങൾ തിന്ന് നെയ്യാൻ പറ്റിയ അങ്ങനെ ഇരിക്കും. പറയാൻ മാത്രം നെയ്യൊന്നും സലീനയുടെ ദേഹത്ത് ലൂസി കണ്ടില്ല. ഉണക്കക്കൊള്ളി. സെലീനയുടെ വീട്ടിൽ പെരുന്നാളിന് പോയതാണ് ബ്രിജിത്തയും ലൂസിയും. വല്ലാത്തൊരു പോക്കായിരുന്നു. ഉടുത്തൊരുങ്ങിക്കഴിഞ്ഞപ്പോൾ ബ്രിജിത്തയുടെ ഹാഫ് സാരിയിൽ കുത്തിവെക്കുന്ന സ്വർണ്ണ ബ്രൂച്ച് കാണാനില്ല. വെച്ചെടുത്ത് കാണുന്നില്ലെന്നും പറഞ്ഞ് ബ്രിജിത്ത ലൂസിയെ കുറേ തല്ലി. തന്തയ്ക്ക് വിളിച്ചു. തള്ള തേവിടിച്ചാണെന്ന് പറഞ്ഞു. ലൂസി കരഞ്ഞുകൊണ്ട് വീടിൻ്റെ മുക്കും മൂലയും പരിശോധിച്ചു. ബ്രിജിത്തയുടെ പുതപ്പും കിടക്കയും തട്ടിക്കുടഞ്ഞു നോക്കി. കാൽപ്പെട്ടികളിൽ, അലമാരകളിൽ, മേശവലിപ്പുകളിൽ, ചുവരിലെ സ്റ്റാൻഡുകളിൽ, ജനാലപ്പടികളിൽ ഇനി നോക്കാത്ത സ്ഥലമില്ല. എന്തായാലും ലൂസി അറിയാതെ സാധനം പോകുന്ന പ്രശ്നമില്ലെന്ന് ബ്രിജിത്ത പറഞ്ഞപ്പോൾ ലൂസിക്ക് വാശിയായി. എങ്ങനെയും അത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. അവസാനം ബ്രിജിത്തയുടെ മടിശീലയിൽ നിന്ന് തന്നെ സാധനം കിട്ടിയപ്പോൾ ബ്രിജിത്തയുടെ മോന്ത ഒന്ന് ഇളിഞ്ഞു. അത് മറയ്ക്കാൻ ലൂസിയെ 2 തെറിയും കൂടി പറഞ്ഞിട്ട് ബ്രിജിത്ത ബ്രൂച്ച് കുത്തി. അപ്പോഴേക്ക് ലൂസിയുടെ വെള്ളപ്പാവാടയിൽ അഴുക്കു പുരണ്ടിരുന്നു. കണ്ണീരുകൊണ്ട് മുഖത്തിട്ട പൗഡറും പോയിരുന്നു. ബ്രിജിത്തയോട് രണ്ടാമതും പൗഡർ ചോദിക്കുവാൻ ലൂസി ധൈര്യപ്പെട്ടില്ല. പെരുന്നാൾക്ക് പോവുകയല്ലേ എന്ന് വെച്ച് കൊടുത്തതാണ് ഒരു നുള്ള് കുട്ടിക്കൂറ പൗഡർ. പക്ഷേ ഒരു ഗുണമുണ്ടായി. സെലീനയുടെ കൂടെ രാത്രിയിലുള്ള വഴിപ്രാർത്ഥനയ്ക്ക് പോയിക്കൊള്ളാൻ ബ്രിജിത്ത സമ്മതിച്ചു. ആവശ്യമില്ലാതെ തല്ലിയതിൻ്റെ വിഷമം തീർക്കാനാവും. കത്തിച്ച മെഴുകുതിരികളുമായി ലൂസിയും സലീനയുടെ താഴെയുള്ള കുട്ടികളും പടികളിറങ്ങുമ്പോൾ ബ്രിജിത്ത തേളുകുത്തിയ മുഖത്തോടെ പിന്നാലെ വന്നു. കണ്ട ആണങ്ങടെ മോത്തെങ്ങാനും നോക്കിയിട്ട് ഇങ്ങോട്ട് കയറി വന്നാ എൻ്റെ സ്വഭാവം നീയ് ശരിക്കറിയൂട്ടാ. സെലീന അത് കേട്ട് ചിരിച്ചു. സെലീന ആളുകളുടെ മുഖത്ത് നോക്കുക മാത്രമല്ല, അവരോട് കൊഞ്ചുകയും വർത്തമാനം പറയുകയും വിളക്കുകൾ പരസ്പരം ഊതിക്കെടുത്തി കളിക്കുകയും ചെയ്തു. വഴിപ്രാർത്ഥനയ്ക്കുള്ള വരി നിരക്കുന്നതുവരെ അവൾ ലൂസിയെ മറന്നു. താഴെയുള്ള കുട്ടികളെ മറന്നു. വരി നിരന്നിട്ടും പെൺവരിയിൽ നിന്ന് ആൺവരിയിലേക്ക് അവൾ മനോഹരമായി ചാഞ്ഞുകൊണ്ടിരുന്നു. കാറ്റിൽ അവളുടെ കയ്യിലെ വിളക്കിൻ്റെ തിരിനാളവും പൊന്നിൻ്റെ നിറമുള്ള അവളുടെ മുടിയിഴകളും നീലപ്പട്ടിൻ്റെ പാവാടയും ആൺവരിയിലേക്ക് ചേരാൻ പിടയുന്നത് ലൂസി കണ്ടു. ലൂസി ആണുങ്ങളെ നോക്കാതിരുന്നത് അതുകൊണ്ടൊന്നുമല്ല. രാത്രി ഇത്രയും വൈകിയ നേരത്ത് വീടിന് പുറത്തൊരു നടത്തം ലൂസിയുടെ ജീവിതത്തിൽ ആദ്യമാണ്. എന്തൊരാകാശം, എന്തൊരു ചന്ദ്രൻ, എന്തൊരു നക്ഷത്രങ്ങൾ, എന്തൊരു ഭൂമി. രാത്രി 7 മണിയായാൽ ബ്രിജിത്തയുടെ വീടിൻ്റെ ഗേറ്റ് പൂട്ടും. വാതിലുകൾ, ജനലുകൾ ഒന്നൊന്നായി അടയും. എല്ലാ പഴുതുകളും അടച്ചാലും ബ്രിജിത്ത സമാധാനമില്ലാതെ പരിശോധിച്ചുകൊണ്ട് നടക്കും. ഉറങ്ങുന്നതുവരെ വലിയ ടോർച്ചിൻ്റെ വെളിച്ചം പറമ്പിലാകെ ഇടയ്ക്കിടെ മിന്നിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് സംശയത്തോടെ ബ്രിജിത്ത കട്ടിലിനടിയിലേക്കും ലൂസിയുടെ മുഖത്തേക്കും ടോർച്ചടിക്കും. എല്ലാ മുറിയിലും മങ്ങിക്കത്തുന്ന ബൾബുകളും പുറത്ത് കട്ടികൂടിയ ഇരുട്ടുമാണ് ബ്രിജിത്തയുടെ വീട്ടിൽ. അടച്ചിട്ട ഒരുപാട് മുറികളിൽ ഇരുട്ട് കെട്ടിക്കിടന്ന് കനച്ച മണം പോലുമുണ്ട്. വഴിപ്രാർത്ഥനയിൽ വെളിച്ചത്തിൻ്റെ പ്രളയമായിരുന്നു. പന്തക്കുഴകൾ, മെഴുകുതിരികൾ, തകരവിളക്കുകൾ, ഗ്യാസ് ലൈറ്റുകൾ, കുട്ടികൾ, ചെറുപ്പക്കാർ, അമ്മാമ്മമാർ, അപ്പാപ്പന്മാർ, എല്ലാവരുടെ കയ്യിലും വെളിച്ചം, കണ്ണിലും വെളിച്ചം കുതിപ്പിച്ചുകൊണ്ട് ലൂസിക്ക് ആണുങ്ങളുടെ മുഖത്ത് നോക്കാൻ നേരം കിട്ടാതെ പോയത്. അല്ലെങ്കിൽ ബ്രിജിത്തയുടെ കൽപ്പനകൾ എത്ര കഠിനമാണെങ്കിലും ശരി, ലൂസി ആണുങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കും. വഴിപ്രാർത്ഥന കഴിഞ്ഞ് കളിച്ച് ചിരിച്ച് ഓടിക്കയറിയ ലൂസി എന്തോരു ലൂസിയായിരുന്നു. വെളിച്ചത്തിൻ്റെ മോളോ. അങ്ങാടിയിലേക്ക് തുറക്കുന്ന വീടാണ് സലീനയുടെ വീട്. തൊട്ട് അനേകം വീടുകൾ, മുഖത്തോട് മുഖം തുറന്നിട്ട വാതിലുകൾ. ഈ വീട്ടിലെ ആ കാര്യം ആ വീട്ടിലറിയാം, ആ വീട്ടിലെ കാര്യം ഈ വീട്ടിലറിയാം. സലീനയുടെ ഉമ്മറത്തേക്ക് കയറാൻ അങ്ങാടിയിൽ നിന്ന് 9 പടികൾ ചവിട്ടണം. മുറ്റമില്ല. 9 പടികളെയും കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ട് വളഞ്ഞ് താഴേക്ക് വരുന്ന ഒരു ഒഴുക്കൻ തിണ്ണകൾ ചേരുന്നത് 2 ഉരുളൻ തൂണുകളിൽ. തൂണുകൾക്കു മീതെ കൂനിയിരിക്കുന്ന 2 വെള്ളി സിംഹങ്ങൾ. സിംഹത്തിൻ്റെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് നിന്ന് പെരുന്നാൾ കാണാം.
സലീനയുടെ അടുക്കളയിൽ പലഹാരപ്പണി നടക്കുന്നു. രാവിലെ തുടങ്ങിയതാണത്രേ. അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം, ചീട, ഔലോസുണ്ട. 6 വലിയ കുട്ടകളിൽ അച്ചപ്പവും കുഴലപ്പവും നിരന്നിരിക്കുന്നുണ്ട്. വീണ്ടും മെത്തപ്പായിൽ അച്ചപ്പം കുന്നുകൂടുന്നു. സലീനയുടെ അമ്മായിമാർ കുഴലപ്പം പരത്തി ചുരുട്ടിയെടുക്കുന്ന അത്ഭുത വിദ്യയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവരുടെ മുമ്പിൽ വലിയ പാളങ്ങളിൽ വെളുത്ത ഭൂഗോളങ്ങൾ പോലെ മാവ് കുഴച്ചത് ഇരിക്കുന്നുണ്ട്. വലിയ ചരക്കിൽ വെളിച്ചെണ്ണ തിളയ്ക്കുന്നു. പലഹാരങ്ങൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തെ ഷീ ഷീ ശബ്ദമാണ് വീടാകെ മുഴങ്ങുന്നത്. ബ്രിജീത്ത ഒരു സ്റ്റൂളിൽ വടിയും കുത്തിപ്പിടിച്ചിരുന്ന് പലഹാരപ്പണി കാണുന്നു. ലൂസിയെ കണ്ടതും ബ്രിജീത്ത അവളെ കർക്കശമായി നോക്കി. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടത്തിൽ ചൂളണം. അതാണ് ബ്രിജീത്തയുടെ ഉദ്ദേശം. ലൂസി സലീനയുടെ അമ്മയുടെ നിഴലിലേക്ക് പതുങ്ങി. ഇവൾക്കിപ്പോൾ വയസ്സെത്രയാണ്? പലഹാരപ്പണിക്കാരിൽ ഒരുത്തി ചോദിച്ചു. വയസ്സൊക്കെ ആയി, അതിനൊന്നും ഒരു കുറവുമില്ല. അത് ലൂസിയുടെ കുറ്റമാണെന്ന പോലെ ബ്രിജീത്ത പറഞ്ഞു. ലൂസി വിചാരിച്ചാൽ വയസ്സ് കൂടാതെ നോക്കാൻ കഴിഞ്ഞേനെ എന്ന പോലെയാണ്. പലഹാരപ്പണികൾ എള്ളും ജീരകവും മുറത്തിലിട്ട് ലൂസിയുടെ കയ്യിൽ കൊടുത്തു. കല്ലും കരട് നിൽക്ക്. ഇതൊരു വല്ലാത്ത പണിയായിരുന്നു. ലൂസിയും സലീനയും കല്ല് വെറുക്കാനിരുന്നു. 5-6 കല്ല് വെറുക്കിയിട്ടുണ്ടാവും. സലീന പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ? അവൾ എഴുന്നേറ്റ് പോയി. വാതിൽ മറഞ്ഞു നിന്ന് ലൂസിയോടും എഴുന്നേറ്റ് പോരാൻ ആംഗ്യം കാട്ടി. ലൂസിക്കും പോകണമെന്നുണ്ട്. അതിനെങ്ങനെയാണ്? പട്ടീരെ മുഖത്ത് പൂച്ചേനെയാ പിടിച്ചിട്ടോണം കുത്തിയിരിക്കണമെങ്കിൽ ബ്രിജീത്ത. ലൂസി എണീറ്റില്ല. കള്ളക്കണ്ണിട്ട് സലീനയെ നോക്കുക മാത്രം ചെയ്തു. ജീരകം പെറുക്കി ലൂസിക്ക് മടുത്തു. ഉരലിൻ്റെ മുകളിൽ മുറവും മടിയിൽ വെച്ചിരുന്ന് ലൂസി ഉറങ്ങിപ്പോയി. പോയി കിടന്നറിയിടാവേ. മോന്ത കുത്തി പലഹാരപ്പായലേക്ക് വീഴാൻ നിൽക്കണ്ട. പലഹാരപ്പണിക്കാരികൾ കൂട്ടത്തോടെ ചിരിച്ചു. ചെറിയ ചരക്ക് എങ്ങനെയാ വീഴണേ? വീണ്ടും ചിരി, ബഹളം. പലഹാരം തകിട് പൊടിയായ എന്നെ പറയണ്ടട്ടാ. അക്രമ ചിരി. ലൂസിക്കാകെ നാണക്കേടായി. മടിയിലുണ്ടായിരുന്ന ജീരകമുറം എവിടെ? അവൾ ഉരലിൻ്റെ ചുറ്റും നോക്കി. പലഹാരപ്പണിക്കാർ ചിരി തന്നെ ചിരി. മൊറൊക്കെ കയ്യിൽ നിന്ന് പോയിട്ട് നേരം കുറേ ആയി മോളെ, ഒരമ്മായി പറഞ്ഞു. മറ്റേ അമ്മായിമാർ തല തല്ലി ചിരിച്ചു. മുറം കയ്യിൽ നിന്ന് പോവേ? ഈ എന്തുട്ടായി പറയണ്? മുറ എങ്ങനെയാ പോവാ? എല്ലാ അമ്മായിമാരും കൂടി ചിരിച്ചു മറിഞ്ഞു. എൻ്റെ അമ്മോ, ഇങ്ങനത്തെ ഒരു വാഷള് ചിരി ലൂസി കണ്ടിട്ടില്ല. അവൾ ഉരലിന്മേൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കിടക്കാൻ ഒരിടം തേടി ലൂസി ആ വീട് മുഴുവൻ നടന്നു. ഒതുക്കമുള്ള ഒരു മൂല പോലും കണ്ടില്ല. അമ്മായിമാരായ അമ്മായിമാരുടെ മുഴുവൻ മക്കളും മരുമക്കളും കുഞ്ഞുകുട്ടികളും ഒക്കെ കൂടി നിരന്ന് കിടക്കുന്നുണ്ട്. മേലാപ്പും കൊതുകുവലയും കൊത്തുപണികളുമുള്ള വലിയ ഇരട്ടക്കട്ടിലിൽ ബ്രിജീത്ത കിടന്നുറങ്ങുന്നുണ്ട്. സലീനയുടെ താഴെയുള്ള 3 കുട്ടികൾ നിലത്ത് വിരിച്ചിട്ട കിടക്കയിൽ തലങ്ങും വിലങ്ങും കിടക്കുന്നു. സലീനയുടെ അമ്മ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അവരെ പിടിച്ചു വലിച്ച് കുരിച്ചു നിർത്തി നിന്നുകൊണ്ട് മുല കുടിച്ചവനാണ് നടുക്ക് കിടക്കുന്നത്. അവൻ്റെ വയറ്റത്താണ് വേറൊരുത്തി കാല് വെച്ചിട്ടുള്ളത്. ലൂസി അവളുടെ കാലെടുത്ത് പാകത്തിന് വെച്ചു. ചെക്കനെ ചരിച്ചു കിടത്തുമ്പോൾ ചന്തിക്കൊരു തല്ലും കൊടുത്തു. നിന്നുകൊണ്ട് മുലം കുടിച്ചതിനുള്ള തല്ലാണ്. സലീനയുടെ അപ്പച്ചൻ്റെ കൂർക്കം വലി കൊണ്ട് വീടിൻ്റെ ഓട് തെറിച്ചു പോകുമെന്ന് ലൂസിക്ക് തോന്നി. അതിൻ്റെ ഒപ്പം അങ്ങോര് മോതിയിട്ടുള്ള പട്ടച്ചാരായും കുമുകുമാന്ന് മണക്കുന്നുമുണ്ട്. നമ്മുടെ ആളൊന്ന് മൂക്ക് കഴിഞ്ഞാൽ മുന്നാഴിയായിട്ടാ വരുള്ളോ. സലീനയുടെ അമ്മ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് ലൂസി ഓർത്തു. മുന്നാഴിയല്ല, എടങ്ങാഴിയാണെന്ന് കണ്ടാലറിയാം. മന്ദങ്കാല് 2 കവച്ച വെച്ചിട്ട് വായും തുറന്നുള്ള കിടപ്പ്, പാത്തും തികഞ്ഞ പോലുള്ള വയറ്. ലൂസിക്ക് ചിരി വന്നു. ലൂസി അത്താഴം കഴിച്ചിരുന്നില്ല. ഈ ബഹളത്തിൽ ആരും അവളോടത് ചോദിച്ചിട്ടുമില്ല. സലീനയെ കണ്ടിരുന്നെങ്കിൽ ഇത്തിരി വല്ലതും കഴിക്കാമായിരുന്നു എന്ന് ലൂസി വിചാരിച്ചു. പുറത്ത് പെരുന്നാളിൻ്റെ കൊട്ടും ബഹളവുമാണ്. അമ്പെയ്ത് കൊല്ലപ്പെട്ട ദേവസ്യാനോസ് പുണ്യാളനെ വാഴ്ത്താൻ വേണ്ടി ബാൻഡ് സെറ്റുകാർ പാടുന്നു. മെഹബൂബ മെഹബൂബ. ഭൂലോകം മുഴുവൻ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്നു. ഇടയ്ക്കൊരു മത്താപ്പ് കത്തിക്കുമ്പോൾ ചുവന്ന വെളിച്ചത്തിൽ, കമ്പിത്തിരി കത്തിക്കുമ്പോൾ വെള്ളി വെളിച്ചത്തിൽ. വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു. ആരൊക്കെയോ കയറി വരികയും പോവുകയും ചെയ്യുന്നു. ആരാ എന്താ എന്നൊന്നും ഒരന്വേഷണം ആർക്കുമില്ല. അന്വേഷിക്കാനുള്ള ആണാണല്ലോ ചത്തു വീർത്ത പോലെ കിടക്കുന്നത്.
ചാരായത്തിൻ്റെയും ഇറച്ചിക്കറികളുടെയും എണ്ണപ്പലഹാരങ്ങളുടെയും വിയർപ്പിൻ്റെയും ബീഡിയുടെയും കരിമരുന്നിൻ്റെയും ഒക്കെ കൂടിക്കുഴഞ്ഞ മണം ലൂസിയെ വിഷമിപ്പിച്ചു. എല്ലാ രഹസ്യങ്ങളും തുറന്നുപോയ പോലെ ആ വീട് ലൂസിയെ പരിഭ്രമിപ്പിച്ചു. കാര്യവും ഇല്ലാതെ അവൾ മുറികളിലൂടെ അലഞ്ഞു നടന്നു. അടുക്കളയുടെ പിൻവശത്തെ നീണ്ട വരാന്തയുടെ അറ്റത്തായിരുന്നു കുളിമുറി. വെളിച്ചമുണ്ടായിരുന്നില്ല. പെരുന്നാൾ വെളിച്ചത്തിൻ്റെ ഒരു പൊട്ടിവിരിയലിൽ വരാന്തയുടെ തിണ്ണയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സലീനയെ ലൂസി കണ്ടു. അത് സലീനയാണെന്നറിഞ്ഞിട്ടും ലൂസി ഞെട്ടി. വരാന്തയോട് ചേർന്നു നിൽക്കുന്ന വാഴക്കൂട്ടങ്ങളുടെ ഇരുണ്ട നിഴലുകൾ അനങ്ങി. "എന്തിനാ ഇവിടെ കുത്തിരിക്കണേ?" ലൂസി ചോദിച്ചു. സലീന ഒരൊറ്റ കരച്ചിൽ. "എൻ്റെ അമ്മേനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ?" ലൂസി അകത്തേക്ക് ഓടി. പലഹാരപ്പണി നിലച്ചു. ബ്രിജീത്ത ഉണർന്നു. അപ്പൻ്റെ കള്ളിറങ്ങി. അമ്മായിമാരുടെ ആഭരണങ്ങൾ നിർത്താതെ കിലുങ്ങി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. എല്ലാവരുടെ മുഖത്തും ചിരി. "ആ ഉണ്ടെന്നാ നല്ലോണം നോക്കിക്കോ, നിന്റെ പെണ്ണിനെ ശേഖരടക്കം കൂടുതലുണ്ട്." ബ്രിജീത്ത വലിയ ഗൗരവത്തിൽ പറഞ്ഞു. സലീനയുടെ അമ്മയുടെ മുഖം ഒന്ന് വാടിയെങ്കിലും അവരത് മറച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചു. ചെറിയ ചെക്കൻ കണ്ണ് തിരുമ്മി എണീറ്റ് വന്ന് അവരുടെ കുപ്പായം തെറുത്തുകയറ്റി പാതി ഉറക്കത്തിൽ അവരെ ചാരി നിന്ന് മുല കുടിച്ചു. ലൂസിക്ക് തമാശ തോന്നി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനാണ്. നിന്ന് കുടിക്കണ കൂടി കണ്ട. അമ്മായിമാർ വളകളും തളകളും കിലുക്കിക്കൊണ്ട് സലീനയെയും കൂട്ടി കുളിമുറിക്കകത്ത് കയറി കതകടച്ചു. വരാന്തയിലെ ഇരുട്ടിൽ ഒറ്റയ്ക്ക് തൂണും ചാരിയിരിക്കുമ്പോൾ പുക പടർന്നു വരും പോലെ ഒരു വിഷാദം വന്ന് ലൂസിയെ മൂടി. അവൾക്ക് സങ്കടം വരുന്നു. കാരണം അറിഞ്ഞുകൂടാ. മുഖത്തെ ഒരു ചളിപ്പൊഴിച്ചാൽ കുളിമുറിയിൽ നിന്ന് പുറത്തു വന്ന സലീനയ്ക്ക് മാറ്റമൊന്നും കണ്ടില്ല. തട്ടുംപുറത്തെ മുറിയിൽ സലീനയ്ക്ക് കൂട്ടുകിടക്കാൻ അമ്മായിമാർ ലൂസിയെ പറഞ്ഞയച്ചു. അതെന്താണെന്ന് വിശദീകരിക്കാൻ ലൂസി സലീനയോട് ആവശ്യപ്പെട്ടു. "ആയ്യേ വൃത്തികേട്" എന്നും പറഞ്ഞ് സലീന തിരിഞ്ഞു കിടന്നുറങ്ങി. ആ അഭിപ്രായം അത്ര ശരിയല്ലെന്ന് ലൂസിക്ക് തോന്നി. സഹജമായ വാസനകളിൽ അത് ആനന്ദമാണെന്ന് ലൂസി അറിഞ്ഞിട്ടുണ്ട്. അതാവാൻ വേണ്ടി അവളുടെ ഉടല് കുതിച്ചിരുന്നു. അതാവാത്തത് കൊണ്ട് അവളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. അതിലൊരു കുഞ്ഞു മിടിക്കുന്നുണ്ടെന്ന് ലൂസി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകാന്തതയുടെ അവസാനം പോലെ ഒരു മിടിപ്പിൻ്റെ കൂട്ട് അതിലാണുള്ളത്. സലീന പക്ഷേ അവൾക്ക് എന്താണ് തോന്നിയതെന്ന് പറഞ്ഞില്ല. അതിനെപ്പറ്റി അവൾ എന്താണ് വിചാരിക്കുന്നതെന്നും പറഞ്ഞില്ല. വൃത്തികേട്, നാണക്കേട്, ഇതേ സലീനയ്ക്ക് പറയാനുള്ളൂ. എന്നാൽ ബ്രിജീത്തയുടെയും സലീനയുടെയും സഹായമില്ലാതെ ഇപ്പോൾ ലൂസി അതറിയുന്നു. അവൾ സ്നേഹം നിറഞ്ഞ രക്തത്തിൽ വിരൽ മുക്കി അത് സൂര്യനു നേരെ പിടിച്ചു. ജീവന്റെ തിളക്കം. ലൂസി ആകെ ഇളകി മറിഞ്ഞു. ചൂണ്ടുവിരൽ ബ്രിജീത്തയുടെ കണ്ണടയ്ക്ക് മുകളിലേക്ക് നീട്ടിപ്പിടിച്ച് ആഹ്ലാദത്തോടെ ലൂസി പറഞ്ഞു, "ഞാൻ വയസ്സറിയിച്ചു വളയമേ." ബ്രിജീത്ത ഞെട്ടി. ലോകം മുഴുവനും ഞെട്ടിയ പോലെ ലൂസിക്ക് തോന്നി. കുറേ നേരത്തേക്ക് ബ്രിജീതയ്ക്ക് ശ്വാസം തന്നെ കിട്ടിയില്ല. ലൂസി നീട്ടിപ്പിടിച്ച ചൂണ്ടുവിരലിൻ്റെ തീക്ഷ്ണമായ ചുവപ്പിലേക്ക് തുറിച്ചു നോക്കി. ബ്രിജീത്ത മരവിച്ചിരുന്നു. പിന്നെ തലയ്ക്ക് വെളിവ് വന്നപ്പോൾ വടിയെടുത്തൂങ്ങി. ലൂസി ഒഴിഞ്ഞുമാറി. ബ്രിജീത്ത വടി കുത്തി എഴുന്നേറ്റു. ആവേശം കൊണ്ട് വിറച്ച് ബ്രിജീത്ത നടന്നുപോയി. അരപ്പെട്ടി തുറന്ന് അരിയിൽ പൂഴ്ത്തിവെച്ച കോഴിമുട്ട എടുത്തു. പച്ച കോഴിമുട്ട കുത്തി ഉടച്ച് ലൂസിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ലൂസി ഓക്കാനിച്ചു. "തുപ്പരുത്, തുപ്പരുതെന്ന്." ബ്രിജീത്ത വടിയൂങ്ങി. ലൂസി കണ്ണടച്ചത് വിഴുങ്ങി. "നടക്കടേ," ബ്രിജീത്ത കൽപ്പിച്ചു. അടുക്കളവാതിലും കടന്ന് ബ്രിജീത്ത മുറ്റത്തിറങ്ങി. "നോക്കടേ." ബ്രിജീത്ത വടി ചൂണ്ടി. ലൂസി നോക്കി. 20ഉം 30ഉം കുലകളായി കായ്ച്ചു കിട കാറ്റിലാടുന്ന കരിമ്പച്ചപ്പട്ടകൾ. ലൂസിക്ക് എവിടെയോ ഒരു പിരി ലൂസാണെന്ന് കുട്ടികളുടെ അഭിപ്രായം. അവർ അവളെ പിരിലൂസ് എന്ന് വിളിച്ചു. ഓടിപ്പിടഞ്ഞ് വിയർത്ത് കുളിച്ച് അവൾ സ്കൂളിലേക്ക് വരുന്നത് കണ്ടാൽ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി വരികയാണെന്നല്ല, 5-6 പെറ്റ തള്ള സകല പ്രാരാബ്ദങ്ങളും തലയിലേറ്റി വരികയാണെന്നാണ് തോന്നുക. കോഴികളുടെയും ആടുകളുടെയും പശുക്കളുടെയും വിശേഷമല്ലാതെ അവൾക്കൊന്നും പറയാനുമില്ല. അവൾ കോഴികളെ പറ്റി പറയാൻ തുടങ്ങിയാൽ ഉടനെ പെൺകുട്ടികൾ ചിരിക്കാൻ തുടങ്ങും. ആൺകുട്ടികളുടെ മുന്നിൽ വെച്ചാണെങ്കിൽ അവർ മതിമറന്ന് ചിരിക്കും. ലൂസി വർത്തമാനം നിർത്തും. സേതു എന്ന വില്ലനാണ് ലൂസിക്ക് പിരിലൂസ് എന്ന് പേരിട്ടത്. തോറ്റു 9ാം ക്ലാസ്സിൽ തന്നെ കിടക്കുകയാണ് സേതു വില്ലൻ. ചുരുങ്ങിയ പക്ഷം ഒരു 4-5 തവണ 10ാം ക്ലാസ് പാസ്സാകാനുള്ള പ്രായം അവനായിട്ടുണ്ട്. അവൻ എങ്ങാനും 9ാം ക്ലാസ് ജയിച്ചാൽ
എപ്പോൾ കത്തിക്കും ഔസേ പുണ്യാളന് ഞാനൊരു മെഴുകുതിരി എന്നാണ് PT പീറ്റർ പറഞ്ഞിട്ടുള്ളത്. ആ കാശ് തനിക്ക് ചെലവാക്കേണ്ടി വരില്ലെന്നും PT പീറ്റർ വിചാരിക്കുന്നു. 9ാം ക്ലാസ്സിലെ ഏറ്റവും കട്ടിയുള്ള മീശ സേതുവിൻ്റേതാണ്. ഒരു ചോക്ക് കഷ്ണം നിലത്ത് വീണാലും കിക്കിളി കിളികിളീന്ന് ചിരിക്കുന്ന 3ാം ബെഞ്ചിലെ പെൺകുട്ടികൾ കുശുകുശുക്കുന്നത് ലൂസി കേട്ടിട്ടുണ്ട്. ആ ചെക്കൻ്റെ മീശ നോക്കിയേരീ ഹി ഹി ഹി. സേതുവിന് കൂട്ടായിട്ട് 3 പകുതി വില്ലന്മാരുണ്ട്. മാങ്ങൻ, കുട്ടമണി, പരമേശൻ. മാങ്ങൻ്റെ ശരിക്കുള്ള പേര് മത്തായി എന്നാണ്. തീരെ മീശയില്ല, കാലിന്മേൽ മുടി വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം മുണ്ടുടുക്കും എന്ന മട്ടിലാണെന്ന് അർത്ഥം. പരമേശൻ്റെ മുഖത്ത് നിറയെ മുഖക്കുരുവാണ്. ഇത്തിരി മീശയുണ്ട്, പൊക്കം വളരെ കൂടുതലാണ്. കുട്ടമണി കറുത്ത് തടിച്ച് പൊക്കം കുറഞ്ഞ ഒരു ചെക്കനാണ്. ഒരു കട്ടമണി കരി കൊണ്ട് മീശ വരച്ച് വരുത്തിയാണ് അവൻ്റെ നടപ്പ്. 4 ആളും 8 മണിക്ക് സ്കൂളിലെത്തും, 6 മണിക്ക് തിരിച്ചും പോകും. ടീച്ചർമാർ ക്ലാസ്സിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ക്ലാസ്സിലിരിക്കും. അവർ പോയാൽ ഉടനെ ക്ലാസ്സിൽ കയറും. 4 ആളും കള്ളും കുടിക്കും, ബീഡിയും വലിക്കും, മൂർക്കും. സദാസമയം പശുക്കളെ പോലെ അയവർക്കിയും കൊണ്ടാണ് നടത്തം. പഴയ തന്താരെ പോലെ ഇടയ്ക്കിടയ്ക്ക് നീട്ടി തൂപ്പണത് കാണാം. സ്കൂളിൻ്റെ ചുറ്റുമുള്ള ഇടവഴികളിൽ 4 ആളും കറങ്ങി നടക്കും. പെണ്ണുങ്ങൾ മാത്രമുള്ള വീടുകളിൽ കയറി കുടിക്കാൻ വെള്ളം ചോദിക്കും. വെള്ളം കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ തൊട്ടു നോക്കും. ചില പെണ്ണുങ്ങൾ കുതറും, ചിലരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളും. ചിലരുടെ ഉമ്മറത്തിണ്ണയിൽ എത്ര പിരീഡ് വേണമെങ്കിലും ചടഞ്ഞിരുന്ന് സുള്ളും. അവിടുന്ന് കിട്ടുന്ന ചായയും ചോറും രുചിയോടെ തിന്നും. ടീച്ചർമാരെയും മാഷന്മാരെയും കൂട്ടിച്ചേർത്ത് അനാവശ്യം എഴുതി വെക്കുന്നത് സേതു ഒരു പൂച്ചക്കണ്ണനാണ്. ഒറ്റ നോട്ടം കൊണ്ട് മനുഷ്യനെ വലിച്ചെടുപ്പിക്കും. അങ്ങനത്തെ കണ്ണുകളാണ്. ചെമ്പൻ നിറം, കയ്യിലും കഴുത്തിലും തടിച്ചു പൊങ്ങി നിൽക്കുന്ന പച്ച ഞരമ്പുകൾ, സ്വർണ്ണ നിറമുള്ള മുടി മീശി, കവളത്തേക്ക് ഇരച്ചിറങ്ങിയ ചെമ്പൻ കിർതാവ്, മുഖത്താകെ ചെതറിക്കിടക്കുന്ന തവിട്ട് പുള്ളികൾ, ഷർട്ടിൻ്റെ വട്ടം തുറന്നിട്ടുള്ള നടത്തം. ബട്ടണിടറാ, PT പീറ്റർ ഗർജിക്കും. എന്താണ്ടാന്ന് എനിക്കിത്ര ഉഷ്ണം? ബട്ടണിടറാ. സേതു ബട്ടണിട്ടു. ആ ഓ, PT പീറ്റർ കൽപ്പിച്ചു. പുറംതിരിഞ്ഞതും സേതു ബട്ടണഴിക്കും. അത് നെഞ്ചത്തെ രോമങ്ങൾ കാണിക്കാനാണെന്നും അതല്ല സ്വർണ്ണച്ചയൻ കാണിക്കാനാണെന്നും പെൺകുട്ടികൾ തർക്കിച്ചു. എന്തായാലും സേതുവിൻ്റെ തുറന്നു കിടക്കുന്ന ഷർട്ടിനുള്ളിലേക്ക് ഇടയ്ക്കിടെ ഒളിഞ്ഞു നോക്കി ആശേ എന്ന് പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്നു. സേതുവിൻ്റെ കാഴ്ചവട്ടത്തിൽ പെടാൻ വേണ്ടി അറിയാത്ത പോലെ അവൾ 9ാം ക്ലാസ്സിൻ്റെ മുന്നിലൂടെ നടക്കും. സേതുവിൻ്റെ ശ്രദ്ധയൊന്ന് കിട്ടാൻ വേണ്ടി ഞൊണ്ടി ഞൊണ്ടി നടക്കുകയും ചെയ്തിട്ടുണ്ട്. ലൂസിക്ക് പ്രായം തികഞ്ഞ ദിവസം ബ്രിജിത്ത വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ജീവിത കഥാപുസ്തകം എടുത്ത് കയ്യിൽ കൊടുത്തു. ഇതുപോലെ ജീവിച്ചതാണ് ഞാൻ, ഇതേപോലെ തന്നെ നീയും ജീവിച്ചോളോ. നിൻ്റെ അമ്മേരെ പോലെ ആവായിരിക്കുമോ? ചാരിത്രം നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് വിശ്വസിച്ച മരിയ ഗൊരേത്തി എന്ന പുണ്യവാളത്തിയുടെ കഥയായിരുന്നു അത്. കാമുകന്റെ തുടർച്ചയായ അപേക്ഷകളെ നിരസിച്ച് മരിയ ഗൊരേത്തി ചാരിത്രം സംരക്ഷിച്ചു. എന്നിട്ടും മാതാപിതാക്കളില്ലാത്ത തരം നോക്കി അവൻ മരിയ ഗൊരേത്തിയുടെ അടുത്ത് വന്നു. ചാരിത്രം കവർന്നെടുക്കാൻ നോക്കി. അവസാനം വരെ ചേർത്തു നിന്ന മരിയ ഗൊരേത്തിയെ അവൻ കത്തിയെടുത്ത് 14 തവണ കുത്തി. സ്വന്തം ചാരിത്രം സംരക്ഷിച്ചുകൊണ്ട് അവൾ കാമുകന്റെ മുമ്പിൽ പിടഞ്ഞു വീണു മരിച്ചു. ആദ്യത്തെ 4 വാചകം കഴിഞ്ഞപ്പോഴേക്ക് ലൂസി കാമുകന്റെ പക്ഷത്തു നിന്ന് കഥ വായിക്കാൻ തുടങ്ങിയതിനാൽ ബ്രിജിത്ത ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. തനിക്കൊരു കാമുകൻ ഉണ്ടാവുകയാണെങ്കിൽ താൻ ഒരിക്കലും അവൻ്റെ അപേക്ഷകളെ നിരസിക്കില്ലെന്ന് ലൂസി മനസ്സിൽ ഉറപ്പിച്ചു. അവൻ നോക്കിയാൽ ലൂസിയും നോക്കും, അവൻ ചിരിച്ചാൽ ലൂസിയും ചിരിക്കും. അവൻ അടുത്തേക്ക് വന്നാൽ ലൂസിയും അടുത്തേക്ക് ചെല്ലും. പക്ഷേ ചാണകം മണക്കുന്ന ലൂസിയുടെ കാമുകനാവാൻ ആര് വരും? എല്ലാ ചെക്കന്മാരും സ്റ്റൈല് കാട്ടി നടക്കുകയാണ്. കയ്യിൽ ഒരു തുണ്ട് ചെളി പുരളാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിച്ച് ലൂസി സേതുവിനെ തന്നെ കാമുകനായി സങ്കല്പിച്ചു. സങ്കല്പത്തിലല്ലേ, എന്തിനു മോശമാക്കണം? പക്ഷെ ബ്രിജിത്ത ഇല്ലാത്ത നേരം നോക്കി സേതു ചാരിത്രം കവർന്നെടുക്കാൻ വന്നപ്പോൾ സങ്കല്പത്തിലും ലൂസി ഒന്ന് പകതറി. കുറേ നേരത്തേക്ക് ശ്വാസം കിട്ടിയില്ല. ലൂസി വേലിയിൽ 2 കോവൽ വള്ളികൾ പടർത്തി വിട്ടു. ഇലകൾ മൂടി വളർന്ന് പടർന്ന് ഒരു പച്ചപ്പടർപ്പ് ഉണ്ടായി. അങ്ങനെയിരിക്കെ കോവലുകൾ പ്രണയിക്കുന്ന കാലം വന്നു. പച്ചിലകൾക്കിടയിൽ വെള്ളപ്പൂക്കൾ നിരന്നു. തിരിപോലെ കോവയ്ക്കകൾ തൂങ്ങാൻ തുടങ്ങി. നനുതനെ ഒരു ചെറു കാറ്റ് കോവൽ വള്ളികളെ തഴുകിക്കൊണ്ട് കടന്നുപോയപ്പോൾ അടുക്കളയിൽ നിന്ന ലൂസിക്ക് വഴിയിലൂടെ പോകുന്ന സേതുവിൻ്റെ മണം കിട്ടി. അവൾ ഓടി മുറ്റത്തെത്തി. കോവലിൻ്റെ ഇലകളും പൂക്കളും വകഞ്ഞു മാറ്റി എത്തിച്ചു നോക്കി.
സ്വാമിയേ ശരണമയ്യപ്പ. സേതു കറുത്ത മുണ്ടെടുത്ത് മാലയിട്ട് താടി വടിക്കാതെ മുടി വെട്ടാതെ നടന്നു പോകുന്നു. സ്വാമിയേ, ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ വെളുത്ത കോവൽ പൂക്കൾ നെറ്റിക്ക് ഇരുവശവും ചൂടി നിൽക്കുന്ന ലൂസിയുടെ മുഖം ഇലകൾക്കിടയിലൂടെ കണ്ടേനെ. ഇതിനു മുമ്പേ ബ്രിജിത്തയുടെ വടി ലൂസിയുടെ പുറത്തു വീണു. എന്താണ്ടി വേലിപ്പൊത്തില്? ലൂസി കോവയ്ക്ക പറിക്കുന്ന നാട്യത്തിൽ ഇലകൾക്കിടയിൽ പരതി. അകത്തുപൊടി, ബ്രിജിത്ത കൽപ്പിച്ചു. തന്നോടല്ല എന്ന പോലെ ലൂസി അകത്തേക്ക് നടന്നു. സേതു തിരിഞ്ഞു നോക്കിയെന്ന് അവൾ വിശ്വസിച്ചു. അപ്പോൾ അഴിഞ്ഞു വീണ ലൂസിയുടെ മുടി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ലൂസിയുടെ ആദ്യത്തെ ഒളിഞ്ഞുനോട്ടം പരാജയപ്പെട്ടു. ആണുങ്ങളുടെ കാര്യത്തിൽ ബ്രിജിത്ത പ്രായഭേദം പോലും കണക്കാക്കാതെ കുറ്റപ്പെടുത്തും. 5 വയസ്സുള്ള ചേക്കനായാലും 90 വയസ്സുള്ള തന്തയായാലും ആ വളപ്പിലേക്ക് എത്തി നോക്കിയാൽ അത് ലൂസിയുടെ കുറ്റമായിട്ടേ ബ്രിജിത്ത കണക്കാക്കൂ. എനിക്ക് മനസ്സിലായി, നീയ് നിന്റെ തള്ളേരെ തൽ സ്വഭാവത്തിൽ വളരണേ. 10 ഗുണം 10 ഗുണമെന്ന് വേലിപ്പൂത്തിലാ ചെന്ന് നിന്നിട്ട് കണ്ണും കയ്യും കാട്ടി ആണുങ്ങളെ വശീകരിക്കുക. തല്ലി കൊല്ലു ഞാൻ. ബ്രിജിത്ത വടിയും കൊണ്ട് പാഞ്ഞു. ലൂസി കട്ടിലിനടിയിൽ ഒളിച്ചു. ബ്രിജിത്ത പുരയ്ക്ക് ചുറ്റും കിടന്നോടുന്നത് കണ്ട് വഴിയിൽ കൂടി പോകുന്നവരാരോ പറഞ്ഞു, ആ തള്ളിക്ക് ഇളകിന്നാ തോന്നണ്. അതേടാ മരമോന്ത ഇളകി, അതിന് നനക്കെന്തറാ വേണ്ടേ? ബ്രിജിത്ത വിളിച്ചു ചോദിച്ചു. ഇങ്ങനെ പോയാൽ ലൂസിയുടെ സ്വപ്നത്തിൽ കടന്നു വന്നാൽ പോലും സേതുവിന് തല്ലു കിട്ടുമെന്ന് ലൂസി പേടിച്ചു. ലൂസിയുടെ ചിന്തകളിൽ താനിങ്ങനെ കിടന്ന് ഇളകി മറിയുന്നുണ്ടെന്ന് സേതുവിന് അറിയില്ലല്ലോ. ഓർക്കാപ്പുറത്ത് അവൻ ഒരു സന്ദർഭം കിട്ടി. അവനും മറ്റേ അലവലാദികളും കൂടി കുറച്ച് പട്ടച്ചാരായം കുടിച്ച് തിത്താ തകാന്നും പറഞ്ഞ് സ്കൂളിൽ വന്നു. അരക്കൊല്ല പരീക്ഷയുടെ തലേന്ന് ഉച്ച നേരത്ത് ഒരുങ്ങിക്കിടക്കണ പരീക്ഷാ ഹാളിൽ വെച്ച് ലൂസിയെ അവർ വളഞ്ഞു. ആളില്ലാത്ത സ്ഥലത്ത് കുത്തിയിരുന്ന് പഠിക്കുകയായിരുന്നു ലൂസി. നീ എന്തുണ്ടേ ആളില്ലാണ്ട് കിടക്കണ സ്ഥലത്തേക്ക് പോയത്? PT പീറ്റർ ലൂസിയെ വിസ്തരിച്ചു. തീയില്ലാണ്ട് പോകേണ്ടാവില്ല, കൈനീട്ട്. എന്ത് തെറ്റു ചെയ്തിട്ടാണെന്നും ഇല്ല. ലൂസി കൈനീട്ടി. അടി വീണു തുടങ്ങി. ലൂസി സഹിച്ചു. ദിവസവും അടി എത്ര കൊള്ളണത്? അടിയൊന്നും ഒരു പുത്തരിയല്ല. അടിയേക്കാളും വലിയ ദേവത ഇല്ല എന്നാണ് ബ്രിജിത്തയുടെ വിശ്വാസം. കിട്ടണ്ടോണ കിട്ടിയ, പോണ്ടോണ പോന്ന് ബ്രിജിത്ത വിശ്വസിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് അടക്കാൻ പറ്റണില്ലെങ്കിൽ കെട്ടിച്ച് തരാൻ പറയരീ വീട്ടുകാരോട്. PT പീറ്റർ തല്ലി നിർത്തി. സ്കൂളിൻ്റെ വളപ്പിൽ ആണും പെണ്ണും മിണ്ടിപ്പോകരുത് എന്ന ഒരു നിയമം PT പീറ്റർ പാസ്സാക്കി. നിയമം തെറ്റിച്ചാൽ തല്ലി തൊട പൊളിക്കും. കുട്ടികളാകെ പിറുപിറുപ്പും ബഹളവുമായി. ലൂസിയാണ് ഇതിനൊക്കെ കാരണമെന്ന് കണ്ണുമൂക്കുമില്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞു പെൺകുട്ടികൾ. അന്ന് മുഴുവൻ ലൂസി താളം തെറ്റിയിട്ടായിരുന്നു. ബ്രിജിത്തയുടെ പാൽ കഞ്ഞി അടികരിഞ്ഞു. മുരിങ്ങയിലത്തോരനിൽ വെള്ളം പൊന്തിക്കിടന്നു. കിടക്ക വിരിച്ചത് ശരിയായില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴും സങ്കടവും അമർഷവും കൊണ്ട് ലൂസിയുടെ കഴുത്ത് വിങ്ങിപ്പൊട്ടുന്ന പോലെ തോന്നി. കരയാനും പറ്റണില്ല, കരയാണ്ടിരിക്കാനും പറ്റണില്ല. പിറ്റേന്നാണ് ലൂസിയുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സമരം നടന്നത്. രക്തം തിളയ്ക്കുന്ന ആവേശത്തിലായിരുന്നു. എല്ലാവരുടെ മുഖവും വിയർത്ത് ചുവന്നിരുന്നു. ഞരമ്പുകൾ വീർത്തു. ഒച്ച തുറന്നു. സമരക്കാരിൽ പലരും ആ സ്കൂളിലെ കുട്ടികൾ ആയിരുന്നില്ല. ആഹാ, അപ്പോൾ അതിന് കാരണം അതിന് എൻ്റെ ഒപ്പം കുഴിന്ന് എണീറ്റ് വരണം. PT പീറ്റർ ചൂരലും വീശി ജാഥയുടെ നേർക്ക് ഉരുണ്ടു. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ച അക്കളി തീക്കളി എടുമാഷേ. PT പീറ്റർ തല്ലാനോങ്ങിയ വടി വായുവിൽ സ്തംഭിച്ചു നിന്നു. ജീവിതത്തിൽ ആദ്യമായാണ് അയാൾക്കൊരു താക്കീത് കിട്ടുന്നത്, അതും ഈ പീക്കിരി പിള്ളേരുടെ കയ്യിൽ നിന്ന്. അയാളെങ്ങനെ അനങ്ങും? സംസാരിക്കും, ആണും പെണ്ണും സംസാരിക്കും. ആരാതടയാൻ ആരാൻ്റെ അപ്പം പോലീസോ? പിള്ളേര് പരമാനന്ദത്തിലാണ്. PT പീറ്ററിനെ പുല്ലുപോലെ കണക്കാക്കി അവർ മുന്നോട്ട് പോയി. പോലീസ് പുല്ലാണെന്ന് പറയുന്ന കൂട്ടരാണ്. ലൂസിയുടെ ക്ലാസിൻ്റെ മുമ്പിലെത്തിയപ്പോൾ മുദ്രാവാക്യം വിളി അത്യുച്ചത്തിലായി. സംസാരിക്കും, ആണും പെണ്ണും സംസാരിക്കും. മുരളിയുടെ കൊലപാതകത്തിന് പകരം വീട്ടും. മാപ്പു തരില്ല. എന്തോ ഒരു സന്തോഷം. കൂട്ടമണിയടി, ബഹളം, ഓട്ടം, ചാട്ടം. സ്കൂളിൻ്റെ സകല നിയന്ത്രണങ്ങളും PT പീറ്ററിൻ്റെ കയ്യിൽ നിന്നതേ പോയി. അയാൾ നോക്കി നിൽക്കെ വലിയൊരു ആരവത്തോടെ കുട്ടികൾ പടികടന്നു പോയി. ഹെഡ് മാഷുടെ മുറിയിൽ വരാന്തയിൽ PT പീറ്റർ കുറ്റിയടിച്ച പോലെ നിൽക്കുന്നത് കണ്ട് ചില കുട്ടികൾ ഓട്ടം പതുക്കെയാക്കി. ഓടുകയുമല്ല നടക്കുകയുമല്ല എന്ന മട്ടിലാക്കി.
ടി പീറ്റർ ഒന്നും ചെയ്യില്ലെന്ന് ബോധ്യമായപ്പോൾ തല്ലില്ലടാ എന്ന് പറഞ്ഞ് ജീവനും കൊണ്ട് ഓടി. ലൂസിയുടെ സ്കൂളിലെ ഈ സമരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമര ചരിത്രത്തിൽ പെടുത്തിയിട്ടില്ല. ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. ചില സത്യങ്ങൾക്ക് സ്ഥലം കൊടുക്കില്ല. അതൊക്കെ വലിയ മെനക്കേടാണ്. ചരിത്രം വിചാരിച്ചു ഇങ്ങനത്തെ എന്തോരം കുഞ്ഞേ കാര്യങ്ങളുണ്ട് ലോകത്ത്. അതൊക്കെയാ കുത്തിത്തിരിക്കാൻ ചരിത്രത്തിൽ എവിടെയാണ് സ്ഥലം? പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള ഇടപാടുകൾ ചരിത്രത്തിൻ്റെ വിഷയമല്ല കേട്ടാ. അതൊക്കെ വല്ല കഥയിലാ സിനിമയിലാ പറഞ്ഞാൽ പോരെ. ചരിത്രത്തിൻ്റെ വെക്കിട്ട് കാരണം ചരിത്രത്തിന് ഗൗരവമുള്ള വിഷയം വേണം. യുദ്ധം, കൊലപാതകം, കയ്യേറ്റം, അങ്ങനത്തെ വല്ലതും. പക്ഷേ ഈ സമരത്തിൽ ആണും പെണ്ണും മാത്രമല്ലല്ലോ, മുരളി ഉണ്ടല്ലോ. ആരാപ്പോ ഈ മുരളി? ലൂസിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഒന്നാമത് ലൂസിക്ക് എല്ലാ ആൺകുട്ടികളുടെയും പേരും അറിയില്ല. രണ്ടാമത് ആരോടെങ്കിലും ചോദിച്ചറിയാൻ അവൾക്ക് ധൈര്യവും ഇല്ല. മുരളിയുടെ കൊലപാതകത്തെ പറ്റി ഈ നിമിഷം വരെ അവൾ കേട്ടു